ശരി ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇക്കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ റോണി കെ ബേബി പറഞ്ഞ കാര്യം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തുടർച്ചയായിട്ട് ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ സർവകക്ഷി സംഘത്തെ അയച്ച് ലോകരാജ്യങ്ങളുടെ പിന്തുണ തേടുന്ന ഈ സമയത്ത് ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പാകിസ്ഥാന് ലോകരാജ്യങ്ങളുടെ അംഗീകാരം കിട്ടുന്നതിനെ കുറിച്ചാണ്. അതിൽ ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൽ പാകിസ്ഥാന് വൈസ് ചെയർ കിട്ടി, ആൻറ്റി ടെറർ കമ്മിറ്റിയിൽ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുകയാണ്, ഇന്ത്യയുടെ ഈ എതിർപ്പിനിടയിലും എങ്ങനെ കിട്ടി എന്നുള്ളത്. പിന്നെ ഈ ചൈനയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതിൽ അത് അത്ര വലിയ കാര്യമാക്കേണ്ടതില്ല, കാരണം ചൈന പാകിസ്ഥാനൊപ്പമാണ്. പക്ഷേ കുവൈറ്റിൽ നിന്നും UAE-യിൽ നിന്നും വിസ ആനുകൂല്യങ്ങൾ പാകിസ്ഥാന് കിട്ടുന്നു. അതുപോലെ തന്നെ റഷ്യ സ്റ്റീൽ പ്ലാന്റ് കറാച്ചിയിൽ സ്ഥാപിക്കുവാനായിട്ട് MOU ഒപ്പിടുന്നു. വേൾഡ് ബാങ്കിൽ നിന്ന് സഹായം കിട്ടുന്നു, അസർബൈജാനിൽ നിന്ന് സഹായം കിട്ടുന്നു. ഇതൊക്കെ കോൺഗ്രസ് നേതാക്കൾ എണ്ണി എണ്ണി പറയുന്ന കാര്യമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ചോദിക്കുന്നതിലും നരേന്ദ്ര സറണ്ടർ എന്ന പരിഹാസം നടത്തുന്നതിലും എന്താണ് കുഴപ്പമെന്നാണ് കോൺഗ്രസിന്റെ വാദം? മഞ്ജുഷ്, ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഡിപ്ലോമസിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഒരു രാജ്യത്തിൻ്റെ ഡിപ്ലോമസിക്ക്, ഫോറിൻ പോളിസിക്ക് മറ്റ് രാജ്യങ്ങളുടെ തീരുമാനങ്ങളെ എങ്ങനെ എത്രത്തോളം ഏതളവ് വരെ സ്വാധീനിക്കാനായിട്ട് കഴിയും എന്നുള്ളതൊക്കെ തന്നെ വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ള പോയിന്റാണ്. ഇപ്പോൾ ഈ പാകിസ്ഥാനിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഒരു എക്കണോമിക് ഓപ്പർച്യൂണിറ്റി, ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു കാര്യം ജിയോ ലൊക്കേഷൻ കൊണ്ടാണെങ്കിലും എക്കണോമിക്കലായിട്ടാണെങ്കിലും റഷ്യ കാണുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ എതിർപ്പിനെ മറികടന്നിട്ടാണെങ്കിലും അവരത് തന്നെ ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അത് ആ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വിഷയത്തിൽ ഉണ്ടാകുന്ന ഒരു നിലപാട് പോലെയല്ല ഇന്ത്യ ഒരു പ്ലെയർ അല്ലാതിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഒരു ബയലാറ്ററൽ ട്രീറ്റി. അക്കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ പ്രശ്നം, പ്രത്യേകിച്ച് യുക്രൈനുമായിട്ട് റഷ്യയുടെ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യക്ക് മേലുണ്ടായിരുന്ന സമ്മർദ്ദം നമ്മൾ ഓർക്കുന്നുണ്ടാകും. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളോട് വളരെ സൗഹൃദമുള്ള അമേരിക്ക അടക്കമുള്ള വിവിധ രാജ്യങ്ങൾ നമ്മളോട് ഇത് ആവശ്യപ്പെട്ടിരുന്ന സമയത്തും നമ്മുടെ വിദേശകാര്യമന്ത്രി അന്താരാഷ്ട്ര ഫോറങ്ങളിൽ പറഞ്ഞിരുന്നത് എന്താണ്? ഞങ്ങൾ വാങ്ങും, കാരണം ഞങ്ങളുടെ രാജ്യത്തിൻ്റെ താല്പര്യമാണ് അവിടെ നോക്കുന്നത്, ആ രാജ്യവും ഞങ്ങളുമായിട്ടുള്ള ബന്ധമാണ് നോക്കുന്നത്, ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ആവശ്യമാണ് നോക്കുന്നത്. കാരണം അത് ബൈലാറ്ററൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്, അത് മറ്റൊരു തേർഡ് പാർട്ടി ഇൻവോൾവ് ചെയ്യുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഒരു ഡിപ്ലോമാറ്റിക് ഫെയിലിയർ ആണ് എന്ന് പറയുന്നതിൻ്റെ കാര്യമില്ല. കാരണം ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള ജിയോ പൊളിറ്റിക്സ് ഉണ്ട്, അവരവരുടേതായിട്ടുള്ള പോളിസീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഇന്ത്യക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് പറയേണ്ടതില്ല. പിന്നെ ആൻറ്റി ടെററിസം ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ വൈസ് ചെയറായിട്ട് പാകിസ്ഥാൻ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലമാണ്. അതൊരു പ്രോബ്ലം ഇന്ത്യയുടെ പ്രോബ്ലമാണ് എന്നല്ല ഞാൻ കരുതുന്നത്. മറിച്ച് ആൾക്കാർ എങ്ങനെയാണ് പാകിസ്ഥാനെ കാണുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്നുള്ള പ്രതിപക്ഷ കക്ഷികൾക്ക് പോലും ആ ഒരു തീരുമാനത്തിന് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അനുകൂലമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം ഒറ്റ അഭിപ്രായമാണോ നമ്മുടെ രാജ്യത്തിനുള്ളത് എന്നും പാകിസ്ഥാന് ഒറ്റ അഭിപ്രായമാണോ ഉള്ളത് എന്ന് ചോദിച്ചാൽ, പാകിസ്ഥാൻ പറയുന്ന തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അജണ്ട, ഒരു പ്രൊപ്പഗണ്ട എന്ന നിലയ്ക്ക് പാകിസ്ഥാനിലുള്ള ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം ഒരേപോലെ പറയുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ ദേശീയ ബോധമുണ്ട്, അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടുന്ന കാര്യമാണ്. പാകിസ്ഥാനിലുള്ള എല്ലാ ആൾക്കാരും അവർ പരാജയപ്പെട്ടു എന്ന് അറിയാവുന്ന ആൾക്കാർ ഉൾപ്പെടെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പാകിസ്ഥാന് വേണ്ടി നിലകൊള്ളുന്നു. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവായിട്ടുള്ള, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പറയുന്ന പലതും പാകിസ്ഥാൻ പറയുന്ന അതേ നറേറ്റീവാണ്. സറണ്ടർ മോദി അങ്ങനെ സ്ഥിരമായിട്ട് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും എതിരായിട്ട് ആരോപണം വന്നിട്ടും ഒന്നല്ല രണ്ടല്ല 11 തവണയെങ്കിലും ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി അതേ പദം. അപ്പോൾ അതിന് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടല്ലോ. ഞാൻ ഭയന്ന് പിന്മാറില്ല, ആരോപണങ്ങളിൽ പതറില്ല എന്നുള്ള കാര്യം. ഇപ്പോൾ ശശി തരൂർ തിരുത്തിയിട്ട് പോലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഈ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. രാഹുലിനൊപ്പമാണ്. കോൺഗ്രസ് നേതാക്കൾ പതിവായി ട്വീറ്റ് ചെയ്യുമ്പോൾ രാഹുലിന്റെ അതേ നിലപാട് തന്നെ ആവർത്തിക്കുകയാണ് അവർ. അപ്പോൾ കൃത്യമായ ഒരു ലക്ഷ്യം കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള നമ്മുടെ പൊസിഷൻ എന്താണ് എന്ന് വിദേശ രാജ്യങ്ങളോട് വ്യക്തമാക്കുന്നതിനും വിശദീകരിക്കുന്നതിനും വേണ്ടി നമ്മൾ രൂപീകരിച്ച ഫോറിൻ ഔട്ട്റീച്ച് സ്ക്വാഡുകളിലുള്ള എല്ലാ ആൾക്കാരും, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ശശി തരൂർ 4 ടൈം MP ആണ്, അതേപോലെ തന്നെ സൽമാൻ ഖുർഷിദ്, അതേപോലെ തന്നെ മനീഷ് തിവാരി, അതേപോലെ തന്നെ ആനന്ദ് ശർമ്മ, ഈ ആൾക്കാരെല്ലാവരും പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായത്തിന് വിപരീതമായിട്ടുള്ള അഭിപ്രായമാണ്. ഇവരെല്ലാവരും തന്നെ അവരുടെ ഡെലിഗേഷന്റെ ഭാഗമായി സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സീസ് ഫെയറിൽ നെഗോസിയേഷൻ തേർഡ് പാർട്ടിയുടേത് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവരെല്ലാവരും കറക്റ്റായിട്ട് ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ള പൊസിഷൻ തന്നെ പറയുന്നുണ്ട്. DGMO തലത്തിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത് എന്നും പാകിസ്ഥാനിൽ നിന്നാണ് ഈ റിക്വസ്റ്റ് വന്നിരിക്കുന്നത് എന്നും അതിൽ മറ്റൊരു ഇന്റർമീഡിയറി ഉണ്ടായിട്ടില്ല എന്നും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്.
എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യത്തിനെ എൻഡോഴ്സ് ചെയ്യുന്നതിന് കോൺഗ്രസിലുള്ള മുതിർന്ന പല നേതാക്കൾക്കും കഴിയുന്നില്ല എന്നാണ് അതിനെ വായിക്കേണ്ടത്. അത് അവർക്ക് മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഇതിപ്പോൾ സന്ദർഭം അതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ മറ്റുള്ള പല പ്രതിപക്ഷ കക്ഷികളിൽ നിന്നുള്ള ആൾക്കാർക്കതില്ല. തന്നെയുമല്ല, ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ, രാഹുൽ ഗാന്ധി ഉയർത്തുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയിലെ ഇന്ത്യ സഖ്യത്തിന്റെ പൊതുവായിട്ടുള്ള പ്രശ്നമാണോ? അല്ല. അവർക്കും ഈ ചോദ്യങ്ങളില്ല. എന്ന് വെച്ചാൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കോട്ടറിയും മാത്രമാണ്. അല്ലാതെ കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള അഭിപ്രായം പോലും അതായിരുന്നുവെങ്കിൽ സൽമാൻ ഖുർഷിദ് അടക്കമുള്ള, ആനന്ദ് ശർമ്മ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇതേ അഭിപ്രായം പറയണമായിരുന്നു. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, ശശി തരൂർ പലപ്പോഴും കോൺഗ്രസിനോട് എതിർത്തിട്ടുള്ള നിലപാടുകൾ, അവരുടെ സീനിയർ ലീഡർഷിപ്പിനോട് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ളയാളാണെന്ന്. എന്നാൽ മറ്റുള്ള ആൾക്കാർ പലരും അങ്ങനെയല്ല, ഇവരുടെ ലോയലിസ്റ്റ് ആയിരുന്നു. ആനന്ദ് ശർമ്മയുടെ പേര് കൊടുത്തിരുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. ആ ആനന്ദ് ശർമ്മയെ ഈ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും കൺസിസ്റ്റന്റ് ആയിട്ട് പറയുന്നത് ഇതിൽ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ ആ സമയത്ത് രാഹുൽ ഗാന്ധി തുടർച്ചയായിട്ട് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ടായി എന്നും ഇന്ത്യ സറണ്ടർ ചെയ്തു എന്നാണ് പറഞ്ഞത്. നരേന്ദ്രമോദി സറണ്ടർ ചെയ്തു എന്ന് വെച്ചാൽ അതിനർത്ഥം നമ്മുടെ സൈന്യം സറണ്ടർ ചെയ്തു എന്നാണ്. നമ്മുടെ കാര്യത്തിനെ നമ്മൾ അവിടെ വിട്ടുവീഴ്ച വരുത്തിയതിനു ശേഷം നമ്മൾ പാകിസ്ഥാനോട് സറണ്ടർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പർക്കഷൻ എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എന്ന് അറിയാത്തയാളല്ല രാഹുൽ ഗാന്ധി. പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കഴിഞ്ഞ കുറേ സമയങ്ങളായിട്ട് ആവർത്തിക്കുന്നത് തന്നെയാണ്. ഇന്ത്യയിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീഴടങ്ങി എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നാണ് ഖ്വാജ ആസിഫിന്റെ പ്രസ്താവന. രാഹുൽ ഗാന്ധി ഈ സറണ്ടർ മോദി എന്ന് പറഞ്ഞു എന്നാണ് ഖ്വാജ ആസിഫിന്റെ പ്രസ്താവന. ഈ കഴിഞ്ഞ നാളത്ത് റീസെന്റ് ഹിസ്റ്ററിയിൽ ഇത്രത്തോളം അപമാനിക്കപ്പെട്ട ഒരു നേതാവിനെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ ഉദാഹരിച്ച് മോദിയെക്കുറിച്ച് ഖ്വാജ ആസിഫ് പറയുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ പെരുമാറുന്ന, നിങ്ങൾ പറയുന്ന പ്രസ്താവനകളൊക്കെ തന്നെ ദേശീയ താല്പര്യത്തിലുള്ളതല്ല. അതിനെ എൻഡോഴ്സ് ചെയ്യുന്നത് കോൺഗ്രസിലുള്ള നേതാക്കന്മാർ പോലുമല്ല, മറിച്ച് പാകിസ്ഥാനാണെന്നാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത്? രാഹുൽ ഗാന്ധി ആരുടെ വാക്കുകളാണ് സംസാരിക്കുന്നത്? പാകിസ്ഥാന്റെ ഖ്വാജ ആസിഫിനും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമായിരിക്കും. അതിനുള്ള മറുപടി അത് രാഹുൽ ഗാന്ധി പറയുന്നത് 11 ബാർ ട്രംപിനെ ബോലാ ഹെ നരേന്ദ്ര കോ സറണ്ടർ കർവായ ഹെ എന്നാണ്. അപ്പോൾ ആ രീതിയിൽ 11 തവണ നരേന്ദ്രമോദിയോട് ട്രംപ് പറഞ്ഞു സറണ്ടർ ചെയ്യൂ എന്ന്, സറണ്ടർ ചെയ്തു എന്നുള്ളതാണ്. അതായത് സറണ്ടർ മോദി എന്നുള്ള ക്യാമ്പയിനാണല്ലോ നിങ്ങൾ ശക്തമാക്കുന്നത്. അത് അതേ രീതിയിൽ തന്നെ ഖ്വാജ ആസിഫിനെ പോലെയുള്ള ആളുകൾ പാകിസ്ഥാനിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വഗുരുവെന്നും വിശ്വമിത്രയെന്നും പറയുന്ന, അല്ലെ, അഭിമാനിക്കുന്ന നരേന്ദ്രമോദി പറയുന്നതിനേക്കാൾ ഈ ലോകം കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതും വിശ്വസിക്കുന്നതും രാഹുൽ ഗാന്ധി പറയുന്നതാണെങ്കിൽ പിന്നെ ശ്രീ നരേന്ദ്രമോദി എന്തിനാണ് ആ കസാരയിൽ ഇരിക്കുന്നത് എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. അല്ല, പാകിസ്ഥാൻ പ്രചാരണം നടത്തുന്നു എന്നുള്ളതാണ് ഇതേ വാചകം കൊണ്ട്. പാകിസ്ഥാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോണി കെ ബേബിക്ക് സന്തോഷമായി എന്നാണോ? അല്ല, ഇത് ആദ്യം തൊട്ട് തന്നെ BJP പ്രചരിപ്പിക്കുന്നതാണല്ലോ. അല്ല, നരേന്ദ്രമോദി പറയുന്നതിനേക്കാൾ രാഹുൽ ഗാന്ധിയെയാണ് ഖ്വാജ ആസിഫ് വിശ്വസിക്കുന്നത് എന്നതിൽ റോണി കെ ബേബിക്ക് സന്തുഷ്ടി ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, എനിക്ക് മനസ്സിലാകുന്നത് പിന്നെ BJPയുടെ നേതാക്കള് പാകിസ്ഥാൻ എന്ത് പറയുന്നു എന്ന് കേട്ട് അവിടേക്ക് ചെവിയും കുറിപ്പിച്ചിരിക്കുവാണോ BJP? അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് സാറേ. പത്രം വായിക്കണം. നിങ്ങൾ വായിക്കുന്നത് നമ്മുടെ കുഴപ്പമാണോ? നാട്ടിലുള്ള ആൾക്കാരുടെ കുഴപ്പമാണോ? അത് പാകിസ്ഥാൻകാർക്ക് പറഞ്ഞു പറയും. ഇവിടെ BJPക്കാർക്ക് ഈ രാജ്യത്തെ കോൺഗ്രസ്കാരെക്കാരും വിശ്വാസം, അല്ലെങ്കിൽ അവരെ ഉയർത്തി പറയുന്നതും അല്ലെങ്കിൽ അവർ കോട്ട് ചെയ്യുന്നതും പാകിസ്ഥാന്റെ നേതാക്കൾ പറയുന്നതാണ്. ശശി തരൂരിന് രാഹുൽ ഗാന്ധി വിശ്വാസമില്ലേ? എനിക്ക് കൃത്യമായിട്ട് ശശി തരൂരിന് രാഹുൽ ഗാന്ധി വിശ്വാസമില്ലേ? എനിക്ക് കൃത്യമായി മറുപടി. ശശി തരൂര് കോൺഗ്രസ് പാർട്ടി എടുക്കാൻ നിങ്ങൾ പറഞ്ഞ ശശി തരൂർ ആണെങ്കിലും, അല്ലെങ്കിൽ സൽമാൻ ഖുർഷിദ് ആണെങ്കിലും, അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസിന്റെ ആ ഡെലഗേഷനുള്ള നേതാക്കളാണെങ്കിലും, അല്ലെങ്കിൽ ആനന്ദ് ശർമ്മയെ പോലുള്ള ആളുകളാണെങ്കിലും, അവര് കോൺഗ്രസിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയി, കോൺഗ്രസിന്റെ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ പോയാൽ അവർ കോൺഗ്രസിന് നിലപാട് പറയും. അവരിപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് പോയിരിക്കുന്നത്. ദേ ആർ പാർട്ട് ഓഫ് ദ ഇന്ത്യ ഗവൺമെന്റ്. സോ അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ സ്റ്റാൻഡാണ് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പൊ ഇത് കള്ളം പറയുന്നവർ ഓണസ്റ്റ് അല്ലെന്നാണ് പറയുന്നത്. അവർ ഓണസ്റ്റ് അല്ല. അവർ തരാതരം മാറ്റി പറയും. കോൺഗ്രസിന് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്ന് പറയും, ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഒന്ന് പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദ്യം ചെയ്യുന്ന അവരുടെ ഇന്റഗ്രിറ്റിയാണ്. സൽമാൻ ഖുർഷിദിനെ പോലെ ഒരു മുതിർന്ന നേതാവിന്റെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്റ്റാൻഡ് എന്താണെന്നും കൃത്യം എന്താണെന്നുള്ളതും കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താക്കളും കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതാക്കളും പറയും. ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമായി പോകുന്നവർ അവർ ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാൻഡ് വരും. ഞങ്ങൾ ചോദിച്ചാൽ അതിനകത്ത് ഒരു ഭയപ്പാടുമില്ല, പേടിച്ച് പുറകോട്ട് പോകില്ല. വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ചോദിക്കും. ഇന്നത്തെ എന്തുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി പറയുന്നത് ഈ ലോകം വിശ്വസിക്കാത്തത്? കാരണം ഇവിടെ പറഞ്ഞതുപോലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ട് ചോദിട്ടെ, ഇവിടെ പറഞ്ഞു കൗണ്ടർ ടെററിസം. നമുക്കറിയാം, തീവ്രവാദത്തിനെതിരെ ഇന്ന് ലോകം മുഴുവൻ പോരാടിക്കൊണ്ടിരിക്കുക. ഇറാഖിൽ തീവ്രവാദത്തിനെതിരെ പോരാടി, ഇറാനിൽ തീവ്രവാദത്തിനെതിരെ പോരാടി. അവിടേക്ക് ഈ മറ്റു രാജ്യങ്ങളെല്ലാം ഇതുപോലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. ഒളിച്ചും പാത്തുമല്ല പരസ്യമായും രഹസ്യമായും ഇറാഖുമായും ഇറാനുമായും സന്ധി സംഭാഷണം നടത്തുകയും അവിടെ ബിസിനസ് നടത്താൻ പോവുകയാണ് ചെയ്യുന്നത്. ലോകം ഒരു രാജ്യം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആ രാജ്യത്തെ ഒറ്റപ്പെടുത്തും. പറഞ്ഞു ഈ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ഷൻ
ടാസ്ക് ഫോഴ്സ് എന്നൊരു സംഭവം നമ്മൾ അല്ല പറയുന്നു. നിങ്ങൾ പാകിസ്ഥാൻ പറയുന്നത് നമുക്ക് അല്ലല്ല, കൈപ്പറ്റും. ഇപ്പോൾ പാകിസ്ഥാനെ ഇവരാരും ഒറ്റപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമല്ല എന്നുള്ള നിലപാടാണോ കോൺഗ്രസിലുള്ളത്? അവിടെ അത് അല്ല, കോൺഗ്രസ് എടുത്ത് അതെന്തുകൊണ്ട് പറയുകയാണല്ലോ ഈ പറയുന്ന രാജ്യങ്ങളുടെ എല്ലാം നമ്മുടെ പേരെടുത്ത് വിദേശ പറഞ്ഞുകൊണ്ട് നയം- കോൺഗ്രസ് നമ്മുടെ നേതാക്കൾ വിദേശ ട്വീറ്റ് നയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരാരും പാകിസ്ഥാനെ നമ്മുടെ- ഒറ്റപ്പെടുത്തിയിട്ടില്ല, പാകിസ്ഥാന് സഹായം നൽകുന്നുവെന്ന്. അതിൽ ചൈനയെ മാറ്റി നിർത്താം, മറ്റു രാജ്യങ്ങളുണ്ട്, റഷ്യയെ പോലെയുള്ള രാജ്യങ്ങളുണ്ട്, കുവൈറ്റും UAE-യും ഒക്കെയുണ്ട്. അപ്പോൾ ഇവരാരും ഈ പക്ഷത്തല്ല എന്നുള്ളതാണോ കോൺഗ്രസ് പറയുന്നത്? പാകിസ്ഥാൻ ഈ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമല്ല എന്നാണോ കോൺഗ്രസിന്റെ നിലപാട്? നമ്മൾ പറയുന്നത്, കോൺഗ്രസ് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള വിദേശ നയം പരാജയപ്പെട്ടു. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഏറ്റവും അഭിമാനത്തോടെ ലോകത്തിന്റെ നെറുകയിൽ ഈ രാജ്യത്തെ ഉയർത്തി നിർത്തിയത് നമ്മുടെ വിദേശ നയമായിരുന്നു. ആ വിദേശ നയം നമ്മൾ പരാജയപ്പെട്ടു. നമ്മൾ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് സറണ്ടർ ചെയ്തു. അറിയാം, 2.5 ലക്ഷം 3 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിസ തടയുന്ന ട്രംപിന് തീരുമാനം വന്നു. ഒരു ചെറിയ വിരലെങ്കിലും സ്ഥാപനമുണ്ടെങ്കിലും അതിനെ എതിർക്കാനായിട്ട് നരേന്ദ്രമോദി സർക്കാർ കേൾക്കും. ഉടനെ ചോദിക്കുന്നു, അമേരിക്കയുടെ ശ്രീ മോഹൻ വർഗീസ്, അങ്ങനെയാണോ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ സ്വന്തം താല്പര്യം ബലികഴിപ്പിച്ചു? അവിടെയാണല്ലോ സറണ്ടർ മോഡി എന്നുള്ള കാര്യം കോൺഗ്രസ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നരേന്ദ്ര സറണ്ടർ എന്ന് പറയുമ്പോൾ സറണ്ടർ മോദി എന്നുള്ളതാണ്. മോദി സറണ്ടർ ചെയ്തു എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുവാൻ തയ്യാറാകുന്നില്ല. ഇവിടെ ശ്രീജിത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്.